ഇപ്പം ഞാൻ പോലും ഈ മൊബൈൽ ചിലപ്പോൾ നടക്കുമ്പോൾ കൊണ്ട് നോക്കി നടക്കാം. എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നോ, ആരെങ്കിലും ഭക്ഷണത്തിന് പൈസ അയച്ചോ, ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കും. അതൊരു കൾച്ചറായി പോയി. അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരുപാട് അകന്നുപോയി. അടുത്തടുത്ത് ഇല്ലാതിരിക്കുമ്പോൾ റിലേഷൻഷിപ്സ് ഏറ്റവും അധികം ദൃഢമാക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇത്തരം ഡെവലപ്മെന്റ്. അത് നമ്മുടെ വ്യാഖ്യാനമല്ലേ? നമ്മൾ അടുത്ത ആളില്ലെങ്കിൽ നമ്മളൊന്ന് വിളിക്കാനും അടുത്തിരിക്കുന്ന ആളെ എന്തുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല? എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവരോട് എത്രമാത്രം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഫാമിലീസിൻ്റെ പ്രശ്നം അതെന്നറിയാമോ? ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരുമിച്ചിരിക്കുന്നില്ല, പ്രശ്നങ്ങൾ പറയുന്നില്ല, പ്രശ്നങ്ങൾ വേറെ ആരോട് പറയുന്നു, അവിടുന്ന് ഉത്തരം കിട്ടുന്നു. ഇപ്പൊ പിന്നെ പുതിയ ആളും കൂടെ വന്നിട്ടുണ്ടല്ലോ, അതുകൂടെ വന്നപ്പോൾ പുള്ളിക്കാരൻ പറയും എന്ത് ചെയ്യണം, ഐ ഹാവ് എ പ്രോബ്ലം ചോദിക്കുന്നു, പുള്ളി മറുപടി പറയുന്നു, ഫ്രീ ആയിട്ട് സൈക്കോതെറാപ്പി അവിടെ നടക്കും അല്ലേ? അങ്ങനെ അതിനൊരുപാട് എന്താ പറയുക, ഒരു ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈൽ കുടുംബജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് കുടുംബജീവിതം മാത്രമല്ല, പൊതുവെ ലൈഫ് സ്റ്റൈലിന് ഈ കുടുംബജീവിതം അതിൻ്റെ ഒരു ഭാഗമായി വ്യത്യാസങ്ങൾ വന്നു എന്നാണ് എനിക്ക്. സ്വാർത്ഥതയാണ് പ്രധാന പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു.